തൃശൂർ ചാലക്കുടിയിൽ പോലീസ് ജീപ്പ് തകർത്ത ഡിവൈഎഫ്ഐ നേതാവിനെ കാപ്പ ചുമത്തി നാടുകടത്താൻ ഉത്തരവിട്ടിരിക്കുകയാണ്. DIG ഡിവൈഎഫ്ഐ ബ്ലോക്ക് പ്രസിഡന്റ് നിധിൻ പുല്ലനെയാണ് നാടുകടത്തുക. 6 മാസത്തേക്കാണ് നാടുകടത്താൻ DIG അജിത ബീഗം ഉത്തരവിട്ടിരിക്കുന്നത്. ജെയ്സൺ ചാമവളപ്പിൽ നൽകും വിവരങ്ങൾ തൃശൂരിൽ നിന്നും. ജെയ്സൺ, ചാമവളപ്പിൽ നൽകും വിവരങ്ങൾ. ജെയ്സൺ, ഇപ്പോൾ നിധിൻ പുല്ലനെ നാടുകടത്താൻ കാപ്പ ചുമത്തി നാടുകടത്താനാണ് DIG ഉത്തരവിട്ടിരിക്കുന്നത് മനസ്സിലാകുന്നു. എന്താണ് വിശദാംശങ്ങൾ? ചാലക്കുടിയിൽ കേരള പോലീസിന് ഏറെ നാണക്കേടുണ്ടാക്കിയ ഒരു സംഭവമായിരുന്നു നിതിൻ പുല്ലനുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നത്. ചാലക്കുടി ITIയിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിജയാഘോഷത്തിനിടെയാണ് നിതിൻ പുല്ലനും സംഘവും പോലീസ് ജീപ്പ് തകർക്കുകയും പോലീസ് ജീപ്പിന് മുകളിൽ കയറി നിന്ന് കൊലവിളി നടത്തുകയും ചെയ്തത്. ഇതിന് ശേഷമാണ് ഇയാളെ പോലീസ് പിടികൂടിയിരുന്നത്. പക്ഷേ CPMന്റെ ഏരിയ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ ചേർന്ന് നിതിൻ പുല്ലനെ പോലീസിൻ്റെ കയ്യിൽ നിന്നും പിടിച്ച് മാറ്റുകയായിരുന്നു. പിന്നീട് ഇയാൾ ദിവസങ്ങളോളം ഒളിവിൽ പോയി. ദിവസങ്ങൾക്ക് ശേഷമാണ് പോലീസിന് ഇയാളെ പിടികൂടാനായത്. ഇത്തരത്തിൽ പോലീസിനേറെ അപമാനമുണ്ടാക്കിയ ഒരു കേസായിരുന്നു. മാത്രവുമല്ല, അന്ന് ചാലക്കുടി DYSP ഉൾപ്പെടെയുള്ളവർക്ക് വലിയ രീതിയിലുള്ള മർദ്ദനമേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായ CPM പ്രവർത്തകരിൽ നിന്ന്. ഇത്തരത്തിൽ വലിയ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് നിതിൻ പുല്ലൻ. ആളൂർ അതുപോലെ തന്നെ ചാലക്കുടി പോലീസ് സ്റ്റേഷനുകളിലായി നിരവധി കേസുകൾ ഇയാൾക്കെതിരെയുണ്ട്. ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് കഴിഞ്ഞ ഫെബ്രുവരി 13-നാണ് ജാമ്യത്തിൽ ഇറങ്ങുന്ന നിതിൻ പുല്ലൻ 54 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം ചാലക്കുടി സംഭവത്തിൽ പുറത്തിറങ്ങിയിരുന്നു. ഇതിനുശേഷമാണ് ഇപ്പോൾ തൃശൂർ റേഞ്ച് DIG അജിത ബീഗം ഇവരെ കാപ്പ ചുമത്തി നാടുകടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. 6 മാസത്തേക്കാണ് നാടുകടത്താനുള്ള തീരുമാനം പ്രാബല്യത്തിലാവുക. വിനീത.